വയനാട് പുൽപ്പള്ളിയിൽ 14 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം. മുഖത്ത് സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആസിഡ് ആക്രമണത്തിൽ കുട്ടിയുടെ കാഴ്ചയ്ക്ക് തകരാറുണ്ടായതായാണ് സൂചന. സംഭവത്തിൽ അയൽവാസി രാജു ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റായ പെൺകുട്ടിയോട് അതിന്റെ യൂണിഫോം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വിരോധം മൂലമാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. പുൽപ്പള്ളി മരക്കാവ് പ്രിയദർശിനി ഉന്നതിയിലെ മണികണ്ഠന്റെ മകൾ മഹാലക്ഷ്മിയാണ് ആസിഡ് ആക്രമണത്തിനിരയായത്. കുട്ടിക്ക് നേരെ ആസിഡ് ഒഴിച്ച അയൽവാസി വേട്ടറമ്മൽ രാജു ജോസ് എന്ന 55-കാരനെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലിയമ്പം ദേവിവിലാസം ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി. പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു പിന്നാലെ അവിടെ എത്തിയ പ്രതി ആസിഡ് ഒഴിക്കുകയായിരുന്നുവെന്നാണ് വിവരം. രാജു ജോസ് തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് കൊണ്ടുവന്നാണ് കുട്ടിയുടെ മുഖത്തേക്ക് ഒഴിച്ചത്. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് മഹാലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുഖത്ത് സാരമായി പൊള്ളലേറ്റ പെൺകുട്ടിയുടെ കാഴ്ചയ്ക്കും തകരാറുണ്ടായതായാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ പെൺകുട്ടിയോട് യൂണിഫോം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വിരോധം മൂലമാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. രാജു ജോസിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതുന്നതായും സംഭവത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായും പുൽപ്പള്ളി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.